എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. കാരണം ഇതുപോലത്തെ കഥകളിലുള്ള സിനിമകൾ ഇപ്പോൾ വളരെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടാണ് കയറിയത്. പക്ഷേ എന്നാലും എല്ലാത്തിനെയും മറികടന്ന് പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറം അവർ ജീവിക്കുക. സോ ഐ എം ജസ്റ്റ് വാച്ചിങ് ഡിസ്കവറിങ് വിത്ത് എവറി വൺ. എല്ലാവർക്കും നല്ല ഒരു എമോഷൻ കിട്ടി. എല്ലാം നഷ്ടപ്പെടുമ്പോൾ ഭയങ്കര ഡിപ്രഷൻ എല്ലാം സപ്രസ് ചെയ്ത് ഡിപ്രഷനിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ. അപ്പം ഒരുപക്ഷെ എനിക്ക് ചുറ്റും നടന്ന കുറച്ച് സംഭവങ്ങളുടെ ചലച്ചിത്രാവിഷ്കരണമാണിത്. കുറച്ച് ഡ്രമാറ്റൈസ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ണിയോ ഇങ്ങ അടുത്ത് വന്നേ. മുത്തശ്ശി എന്നെ പഠിപ്പിച്ച് വലിയ ഡോക്ടറാക്കോ? പിന്നെന്താ? അപ്പൊ എനിക്ക് വിമാനത്തിൽ കയറാൻ പറ്റുമോ? ഞാൻ മുത്തശ്ശിയെ കൊണ്ടുപോവാ. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. കാരണം ഇതുപോലത്തെ കഥകളിലുള്ള സിനിമകൾ ഇപ്പോൾ വളരെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു മോറൽ വാല്യൂസ്, ഒരു കുടുംബ വാല്യൂ എന്താണെന്ന് അറിയണമെങ്കിൽ ഈ പടം കാണണം. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ഈ പടം കണ്ടിരിക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരാണ്. ഒരു വല്യമ്മയും ഒരു കൊച്ചുമകനുമായിട്ടുള്ളൊരു അടുപ്പം ഏതവൻ്റെ മനസ്സ് ഒന്നും വിങ്ങാതിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സിനിമ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഉറപ്പായിട്ട് കാണണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. 1.5 ഏക്കർ ഭൂമിയും കൊണ്ടല്ലേ പോയത് ഭൂനിയമം വന്നപ്പം? കള്ളൻ. പൈസ ചോദിച്ചു ഇവിടെ വരരുത് നിന്നോട് പറഞ്ഞിട്ടില്ലേ? പോടാ. പട്ടിണി ആണേലും എന്റെ ഉണ്ണി മോഷ്ടിക്ക് കള്ളം പറയേ ചെയ്യില്ല. എനിക്കൊന്നും പറയാനില്ല. ബിക്കോസ് ഓലപ്പിയിലെ മുത്തശ്ശി എന്താ പറയുക, ഒരുപാട് പ്രതീക്ഷകൾക്ക് അപ്പുറമായിരുന്നു മുത്തശ്ശിയുടെയും കൊച്ചുമകൻ പ്രയാഗ് ചെയ്ത ഉണ്ണി എന്ന കഥാപാത്രം. ഞാൻ ഉണ്ണി ആയിട്ട് ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ അനീതിയുടെ റോളാണ്. അതായത് ബിജു ഏട്ടനാണ് വലുതായി വരുമ്പോൾ ഉണ്ണി. ബിജു ഏട്ടൻ്റെ അനീതിയുടെ കഥാപാത്രമായ ദേവിയാണ് ഞാനിതിൽ ചെയ്തിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞിരുന്നു, കണ്ടവരെല്ലാവരും പറഞ്ഞിരുന്നു ഒരുപാട് കണ്ണ് നനയിച്ചു അല്ലെങ്കിൽ ഒരുപാട് ഫീൽ ചെയ്തു എന്നൊക്കെ. അപ്പം എനിക്കറിയാം ഈ സ്റ്റോറി, എനിക്കറിയാം, ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടാണ് കയറിയത്. പക്ഷേ എന്നാലും എല്ലാത്തിനെയും മറികടന്ന് പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറം അവർ ജീവിക്കുകയായിരുന്നു. ആ മുത്തശ്ശിയും കൊച്ചുമോനും ശരിക്കും കണ്ണ് നനയിച്ചു. പ്രേക്ഷകരെല്ലാവരും വളരെ വലിയൊരു അപേക്ഷയാണ് തിയേറ്ററിൽ വന്ന് ഈ പടം കണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ആ മുത്തശ്ശിയെയും പ്രയാഗിനെയും എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പടം വലിയൊരു വിജയമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എന്തിനാ ഈ നശിച്ചുപോയ കുടുംബത്തിലേക്ക് ഇപ്പോൾ വന്നത്? ഏട്ടനെങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചൂടെ? എങ്ങനെയുണ്ടായിരുന്നു? ശരിക്കും ഞാൻ നേരത്തെ കണ്ടിട്ടില്ല മൂവി, ഇത് ഫസ്റ്റ് ടൈമാണ്. സോ ഐ എം ജസ്റ്റ് വാച്ചിങ് ഡിസ്കവറിങ് വിത്ത് എവറി വൺ. എല്ലാവർക്കും നല്ല ഒരു എമോഷൻ കിട്ടി. വെരി ഇമോഷണൽ, വി ആർ ഓൾ വെരി ഇമോഷണൽ, ഞാനും. സോ അമ്മൂമ്മയുടെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു എല്ലാവർക്കും. ആക്ച്വലി എവറി വൺ performed well in this movie. I'm not talking about myself but others. And ഇത് ശരിക്കും എല്ലാവർക്കും ഒരു can relate to that story. So I really think that everyone will be touched by this. And I encourage everyone to go and watch OLAPP കാണണം. ക്യാരക്ടർ നായർ ഫാമിലിയിൽ അന്ന് നല്ല ഹൈ ലെവലിൽ ജീവിച്ചിട്ട് പിന്നെ അതെല്ലാം നഷ്ടപ്പെടുമ്പോൾ ഭയങ്കര ഡിപ്രഷൻ എല്ലാം സപ്രസ് ചെയ്ത് ഡിപ്രഷനിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ. അപ്പം പണ്ടത്തെ കാലത്തെ സംബന്ധം, ഹസ്ബൻഡ് ആണെങ്കിൽ 20 years പ്രായം കൂടുതൽ. അപ്പോൾ പുള്ളി ഇങ്ങനെ സംബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോണു. പുള്ളിക്കാരിക്ക് ദുഃഖങ്ങളെല്ലാം ഇങ്ങനെ ഒതുക്കി വെച്ച് ആരോടും പറയാനില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കറിയില്ല അതെങ്ങനെ ആൾക്കാരെങ്ങനെയാണ് അത് എടുക്കണേ. അതാണ് തോന്നുന്നു ആ ഒരു ക്യാരക്ടർ. എനിക്കൊന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ, ഞാൻ ചെയ്യും. ഓലപ്പിപ്പി എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഒരുപക്ഷെ നിങ്ങളെപ്പോലുള്ള വളരെ യങ്സ്റ്റേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു കേരളം പണ്ടുണ്ടായിരുന്നു. കേരളവും അതിനകത്തൊരു സ്നേഹങ്ങൾ മാത്രം നിറഞ്ഞൊരു ജീവിതം ഉണ്ടായിരുന്നു.
അപ്പോൾ ഞാനിതൊക്കെ അനുഭവിച്ചിട്ടില്ലാണ് നേരിട്ട്. എൻ്റെ ഒരു പക്ഷേ എനിക്ക് ചുറ്റും നടന്ന കുറച്ച് സംഭവങ്ങളുടെ ചലച്ചിത്രാവിഷ്കരണമാണിത്. കുറച്ച് ഡ്രമാറ്റൈസ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഇപ്പോഴത്തെ ജനതയോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ ഒരു മുത്തശ്ശി നിങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിരിക്കണം ഈ പടം കണ്ടു കഴിയുമ്പോൾ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനോടെങ്കിലും ഇത് പറഞ്ഞ് ഈ പടം നല്ലതാണെന്ന് പറഞ്ഞ് തിയേറ്ററിലേക്ക് കയറ്റാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു സക്സസ് ഈ പടത്തിനുണ്ടായി കിട്ടിയാൽ ഇതുപോലത്തെ പടങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. ഹേ, are you dating me? എന്തിനാ ഈ നശിച്ചുപോയ കുടുംബത്തിലേക്ക് ഇപ്പോൾ വന്നത്? ഏട്ടനെങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചൂടെ? It's here.